നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. എല്ലാ CCTV പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. നിറസമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും കണി കണ്ട് മലയാളികൾ. കാണുന്ന കണി പോലെ സമ്പൽ സമൃദ്ധമാകും വരും വർഷമെന്ന പ്രതീക്ഷയോടെ മലയാളിക്കിന്ന് പൊന്നിൻ വിഷു. നരകാസുരനെ ശ്രീകൃഷ്ണൻ വധിച്ച ദിനത്തിന്റെ ആഘോഷമാണ് വിഷു എന്നാണ് പൊതുവെയുള്ള ഐതിഹ്യം. എന്നാൽ രാവണൻ ലങ്ക ഭരിച്ചിരുന്ന കാലത്ത് സൂര്യനെ നേരെ ഉദിക്കാൻ അനുവദിച്ചിരുന്നില്ലെന്നും ശ്രീരാമൻ രാവണനെ നിഗ്രഹിച്ച ശേഷം സൂര്യൻ നേരെ ഉദിച്ചു തുടങ്ങിയതിന്റെ ആഘോഷമാണ് വിഷു എന്നും കരുതപ്പെടുന്നു. ഐതിഹ്യം എന്തുതന്നെയായാലും മലയാളിക്ക് ലോകത്തെവിടെയാണെങ്കിലും മേടമൊന്ന് വിഷുപുലരിയാണ്. കാർവർണന്റെ വിഗ്രഹത്തിനൊപ്പം മിനുക്കിയ ഓട്ടുരുളിയിൽ കണിവെള്ളരി, പച്ചക്കറികൾ, ഫലങ്ങൾ, കണിക്കൊന്നപ്പൂവ്, പുത്തൻകൊടി, സ്വർണം, നാണയം, വാൽക്കണ്ണാടി തുടങ്ങി മംഗളകരമായ വസ്തുക്കൾ നിറച്ച് വിഷുപുലരിയിൽ കണിയൊരുക്കി. കണി കണ്ടുണരുന്നതോടെ ആ വർഷം മുഴുവൻ ഏറ്റവും ശുഭകരമാകുമെന്നാണ് വിശ്വാസം. പിന്നെ കുഞ്ഞുകൈകളിലേക്ക് സന്തോഷം പകർന്ന് കൈനീട്ടം. പ്രകൃതിയുടെ സമ്പൽ സമൃദ്ധി മുഴുവൻ സ്വന്തമാക്കി അനുഭവിച്ചു തീർക്കാനുള്ളതല്ല, അത് വരും തലമുറയ്ക്ക് കൂടി പങ്കുവയ്ക്കാനുള്ളതാണ് എന്നോർമ്മിപ്പിക്കുകയാണ് വിഷു കൈനീട്ടത്തിലൂടെ. വീടുകളിൽ വിഭവസമൃദ്ധമായ സദ്യയൊരുക്കിയും പൂത്തിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചും ആഘോഷങ്ങളും സജീവമാണ്. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമൊപ്പം കാർഷികോത്സവം കൂടിയാണ് വിഷു. കേരനാടിന്റെ കാർഷിക സമൃദ്ധിയുടെ പെരുമ. വിളവെടുപ്പ് കഴിഞ്ഞ് വീടു തേടിയെത്തുന്ന കാർഷിക വിളകളിൽ പട്ടിണിയില്ലാത്ത നല്ല നാളുകളെ പ്രതീക്ഷിക്കുന്ന പൊൻകൊന്നയൊരുക്കി പ്രകൃതി പോലും സ്വാഗതമരുളുന്ന വിഷു. CCTVയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വിഷു ആശംസകൾ. കണ്ണനെ കണി കാണാൻ ഗുരുവായൂരിൽ വൻ തിരക്ക്. ക്ഷേത്രത്തിൽ പുലർച്ചെ 2:45 മുതൽ 3:45 വരെയായിരുന്നു വിഷുക്കണി ദർശനം. ഞായറാഴ്ച രാത്രി തൃപ്പുകയ്ക്ക് ശേഷം ശാന്തിയേറ്റ കീഴ്ശാന്തി കണിയൊരുക്കി. ശ്രീകോവിലിന്റെ മുഖമണ്ഡപത്തിലാണ് കണിയൊരുക്കിയത്. ഓട്ടുരുളിയിൽ ഉണക്കലരി, വെള്ളരിക്ക, നാളികേരം, ചക്ക, മാമ്പഴം, ഗ്രന്ഥം, വാൽക്കണ്ണാടി, സ്വർണം, പുതുപ്പണം, കൊന്നപ്പൂവ്, അലക്കിയ മുണ്ട് എന്നിവ കണിയായി ഒരുക്കി. ശ്രീലകത്ത് ഗുരുവായൂരപ്പന്റെ വലത്തുഭാഗത്ത് ആലവട്ടം, വെഞ്ചാമരം, നെറ്റിപ്പട്ടം എന്നിവ കൊണ്ട് അലങ്കരിച്ച സ്വർണസിംഹാസനത്തിൽ കണ്ണന്റെ തങ്കത്തിടമ്പും കണിക്കോപ്പുകൾക്കും ഭക്തർക്ക് കണി കാണാനായി ഒരുക്കി. ശ്രീകോവിലിന് പുറത്ത് നമസ്കാര മണ്ഡപത്തിലും കണിയൊരുക്കി. മേൽശാന്തി കവപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരി പുലർച്ചെ 2 മണിക്ക് ശേഷം കുളിച്ച് ശ്രീലകവാതിൽ തുറന്നു. നാളികേരം മുടച്ച് തിരിയിട്ട് കത്തിച്ച് കണ്ണനെ കണി കാണിച്ച് വിഷു കൈനീട്ടം നൽകി. തുടർന്ന് അലങ്കാരത്തോടെ സ്വർണത്തിടമ്പ് പൊൻപീഠത്തിൽ എഴുന്നള്ളിച്ചു വെച്ചു. മുന്നിൽ കണിക്കോപ്പും ഒരുക്കി. തുടർന്ന് ശ്രീലകവാതിൽ തുറന്നതോടെ കണിദർശനത്തിനായി ഭക്തജന പ്രവാഹമായിരുന്നു. കണി കണ്ടവർക്ക് മേൽശാന്തി വിഷു കൈനീട്ടം നൽകി. 1 മണിക്കൂർ നേരം കണിദർശനമുണ്ടായി. വിഷുനാളിൽ ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ നെയ്വിളക്കായി വിളക്കാഘോഷം നടത്തി. വിഷുനാളിൽ 4 കറികളും ഇടിച്ചു പിഴിഞ്ഞ പായസവുമായി ഉച്ച നേദ്യത്തിന് ഗുരുവായൂരപ്പന് നമസ്കാര സദ്യ വിശേഷമാണ്. ക്ഷേത്രത്തിൽ വിഷു സദ്യയുമുണ്ടായി. രാവിലെയും ഉച്ചതിരിഞ്ഞും കാഴ്ചശീവേലി നടന്നു. രാവിലെയും ഉച്ചതിരിഞ്ഞും പെരുവനം സതീശന്മാരാരുടെ മേളത്തോടെ കാഴ്ചശീവേലി, സന്ധ്യയ്ക്ക് താമരയൂർ അനീഷ് നമ്പീശൻ, പേരാമംഗലം ശ്രീകുട്ടന്മാരാർ എന്നിവരുടെ തായമ്പക എന്നിവയും നടന്നു. ചാലിശ്ശേരി കുന്നത്തേരിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് പോസ്റ്റിലിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. കൂറ്റനാട് അഖിലാണം സ്വദേശിയായ ബൈക്ക് യാത്രക്കാരനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു അപകടം. ഇയാൾ സഞ്ചരിച്ച ബൈക്ക് റോഡരികിലെ വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ബൈക്ക് യാത്രികനെ ആദ്യം പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി. തൃത്താല കരിമ്പനക്കടവ് ബെവ്കോ ഔട്ട്ലെറ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വരിയിൽ നിർത്തിയ സംഭവത്തിൽ കുട്ടിയുടെ പിതാവിനോട് സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് നിർദ്ദേശം. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് 10 വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺകുട്ടിയെ തൃത്താല കരിമ്പനക്കടവ് ബീവറേജ് ഔട്ട്ലെറ്റിന്റെ പ്രീമിയം കൗണ്ടറിൽ ക്യൂ നിർത്തിയത്. ക്യൂവിലുണ്ടായിരുന്നവർ പ്രശ്നമുണ്ടാക്കിയിട്ടും കൂടെയുണ്ടായിരുന്നയാൾ ക്യൂവിൽ നിന്ന് പെൺകുട്ടിയെ മാറ്റാൻ തയ്യാറായില്ല. ക്യൂവിലുണ്ടായിരുന്ന മറ്റൊരാൾ എടുത്തിരുന്ന ദൃശ്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിച്ചത്. ജനറൽവൽക്കരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഇടയിലാണ് ഏറ്റവും അധികം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വായനശാല, ക്ലബ്ബുകൾ, അങ്ങനെ എല്ലായിടത്തും. ഇപ്പോൾ ഒരു രക്ഷിതാവോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആരെങ്കിലും ഒരു 10 വയസ്സുകാരിയുമായിട്ട് ഇത്തരത്തിലുള്ള ബീവറേജ് ഔട്ട്ലെറ്റിൽ വരിക, മദ്യം വാങ്ങാൻ കൂടെ കൂട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത് അധികാരികൾ വളരെ ലാഘവത്തോടെ അവർ രക്ഷിതാവിനെ വിളിച്ചിരുത്തി ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ അതൊരു ശരിയായ നടപടിയാവില്ല. ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് ഞാങ്ങാട്ടിരി സ്വദേശിയാണ് മദ്യം വാങ്ങാനെത്തി മകളെ വരി നിർത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു.
ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനി ആരും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഇതിനെ ബാലാവകാശ കമ്മീഷനിൽ ഒരു പരാതിയായി തന്നെ സമീപിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം വളർന്നു വരുന്ന കുട്ടികളിൽ ഇത് നല്ലൊരു കാര്യമാണ്. എൻ്റെ അച്ഛൻ, എൻ്റെ പിതാവ്, അല്ലെങ്കിൽ എൻ്റെ എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാർ, നാട്ടിൽ മാന്യന്മാരായി കാണുന്ന ആളുകൾ എല്ലാവരെയും ഇവിടെ കാണുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് നല്ല കാര്യമാണല്ലോ എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് പുതുതലമുറ ചെന്നെത്തും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവത്തെക്കുറിച്ച് പോലീസ് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി. പരാതി ലഭിക്കാത്തതിനാൽ മറ്റു നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഇത്തരം പ്രവർത്തനങ്ങളെ വളരെ ലാഘവമായിട്ട് കാണുന്ന അധികാരികളുടെ ആ ഒരു പ്രവർത്തനം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അതിനെതിരെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അതെല്ലാം നിയമപരമായി ചെയ്യാനുള്ള ശ്രമം കൂടി നടത്തും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. കൂറ്റനാട് സെന്ററിന് സമീപം ബൈക്കും ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെ കൂറ്റനാട് പട്ടാമ്പി റോഡിലെ സബ്സ്റ്റേഷന് സമീപത്തായിരുന്നു അപകടം. കൂറ്റനാട് ഭാഗത്തു നിന്ന് വരികയായിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പരിക്കേറ്റ യാത്രക്കാരനെ ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ അല്പസമയം ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. തപാൽ വകുപ്പിനെ സ്വകാര്യ കുത്തകകൾക്ക് കൈമാറാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് VK ശ്രീകണ്ഠൻ MP. പട്ടാമ്പിയിൽ ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷന്റെ ഒറ്റപ്പാലം ഡിവിഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് കോമിൽ വെച്ചാണ് ഫെഡറേഷൻ ഓഫ് നാഷണൽ പോസ്റ്റൽ ഓർഗനൈസേഷന്റെ ഒറ്റപ്പാലം ഡിവിഷൻ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. VK ശ്രീകണ്ഠൻ MP കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. തപാൽ വകുപ്പിനെ ദോഷകരമായി ബാധിക്കുന്ന പരിഷ്കരണ നടപടികൾ ഈ മേഖലയെ സ്വകാര്യ കുത്തകൾക്ക് തീരെഴുതുവാനുള്ള മുന്നൊരുക്കമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ VK ശ്രീകണ്ഠൻ MP കുറ്റപ്പെടുത്തി. ഒരുപാട് RMS ഓഫീസുകൾ കൂട്ടി എല്ലാം കേന്ദ്രീകൃതമായി ജനവിരുദ്ധമായി ഈ സർക്കാർ ഒരു നിലപാടെടുത്തുകൊണ്ടിരിക്കും. അവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ച് അവരുടെ ആശങ്കയെ സംബന്ധിച്ച് ഒരു മറുപടി സർക്കാരിനില്ല. ഞങ്ങളെല്ലാവരും കേരളത്തിലെ UDF-ന്റെ MPമാർ ഒരുമിച്ച് പോയി മന്ത്രിയെ പോയി കണ്ടപ്പോൾ മന്ത്രിക്ക് ഈ വകുപ്പിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും പഠിക്കാൻ കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ആരോടെ പറഞ്ഞിട്ട് ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ തീരുമാനിക്കുന്നത് നടപ്പിലാക്കുക. അദ്ദേഹം ഇതിനെ കുറിച്ചൊന്നും ഒരു അറിവില്ല, അന്വേഷിക്കാൻ താല്പര്യമില്ല, ചർച്ച ചെയ്യാൻ സാഹചര്യമില്ല. 5 മിനിറ്റാണ് ഈ 17 MPമാരെ ഞങ്ങൾ ഒരുമിച്ച് പോയി കണ്ടപ്പോൾ അദ്ദേഹം അനുവദിച്ചത്. അപ്പൊ ഇതാണ് സിസ്റ്റം എങ്കിൽ നമ്മുടെ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ തപാൽ മേഖല എന്ന് പറയുന്നത് സേവന മേഖലയാണ്. നമുക്കറിയാം, പഴയ 5 ഓട്ടക്കാരൻ തൊട്ട് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളെ ഒരുമിപ്പിക്കാൻ, നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത ഇതെല്ലാം ചേർത്ത് പിടിക്കാൻ ഏറ്റവും കൂടുതൽ സഹായകരമായ ഒരു മേഖലയാണ്. അപ്പൊ ഭാഷ വ്യത്യാസമില്ലാതെ, സ്റ്റേറ്റ് വ്യത്യാസമില്ലാതെ, സംസ്കാരങ്ങളും വ്യത്യാസമില്ലാതെ ആ വൈവിധ്യത്തെ ഒരുമിച്ച് ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെ ആക്കുന്നതിൽ തപാൽ മേഖല വഹിച്ച പങ്ക്, തപാൽ മേഖലയുടെ ചരിത്രം, ലോകത്തെ തപാൽ മേഖലയുടെ ചരിത്രത്തിൽ മുഖ്യ സ്ഥാനമുള്ള ഇന്ത്യയിൽ ഇന്ന് വലിയൊരു ചെയർമാൻ ഉണ്ണികൃഷ്ണൻ കൺവെൻഷനിൽ അധ്യക്ഷനായിരുന്നു. ഡിവിഷൻ കൺവീനർ MK ബാലകൃഷ്ണൻ, PU മുരളീധരൻ, KV സുധീഷ് കുമാർ, PU മുരളീധരൻ, NV വിനോദ്, സുരേന്ദ്രദാസ് മറ്റു ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു. KPCC സെക്രട്ടറി KA തുളസി മുഖ്യാതിഥിയായിരുന്നു. ചലച്ചിത്ര പുരസ്കാര ജേതാവ് രോഹിത് MG കൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. വിരമിച്ച ജീവനക്കാർക്ക് യാത്രയപ്പും നൽകി.
സാമൂഹ്യ സേവന ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന തൃത്താല യൂണിക് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 17 വ്യാഴാഴ്ച 6 മണിക്ക് ചാലിശ്ശേരി അൻസാരി ഓഡിറ്റോറിയത്തിൽ മറിമായം മെഗാ ഷോ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂടുതൽ ജീവകാരുണ്യ സേവന കലാകായിക പ്രവർത്തനങ്ങൾ ക്ലബിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള ധനസമാഹരണാർത്ഥമാണ് മറിമായം മെഗാ ഷോ സംഘടിപ്പിക്കുന്നത്. മറിമായം സ്കിറ്റ്, ഗാനമേള, സിനിമാറ്റിക് ഡാൻസ്, ജഗ്ലിംഗ്, പെർഫോമൻസ് എന്നിവ ഉൾപ്പെടെ 3 മണിക്കൂർ നീളുന്ന മെഗാ ഷോയാണ് സംഘടിപ്പിക്കുന്നത്. പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 98 95 17 24 31 94 96 46 10 00 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ഹനീഫ ചോലക്കൽ, ഇ ബാലൻ തൃത്താല, സനീഷ് ചോലംപറമ്പിൽ, ടി ഗഫൂർ എന്നിവർ പങ്കെടുത്തു. മാലപ്പടക്കവുമായി മറിമായം മെഗാ സ്റ്റേജ് ഷോ ഏപ്രിൽ 17 വ്യാഴാഴ്ച ചാലിശ്ശേരി അൻസാരി ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം 6:30 ഗംഭീര കലാവിരുന്നോടുകൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ഹാസ്യ സ്കിറ്റുകൾ, സംഗീത നൃത്ത പരിപാടികൾ എന്നിവയടങ്ങുന്നതാണ് 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കലാപരിപാടി. കേരള സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത പ്രവർത്തിക്കുന്ന തൃത്താല യൂണിക് ക്ലബ്ബ് സാമൂഹ്യ സേവന രംഗത്ത് ഇതിനകം ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്കൂൾ കലോത്സവങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കുടിവെള്ള വിതരണം, കൂറ്റനാട് പ്രതീക്ഷ പാലിയേറ്റീവ് കെയർ സെൻ്ററുമായി ചേർന്ന് ആരോഗ്യ പരിശീലനം തുടങ്ങി ഒട്ടേറെ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകി വരികയാണ്. ബി.ജെ.പി. പട്ടിത്തറ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ബൂത്തുകളിൽ അംബേദ്കർ ജയന്തി ആഘോഷിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം ബി.ജെ.പി. കപ്പൂർ SC മോർച്ച മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. പട്ടിത്തറ ബി.ജെ.പി. ഏരിയ ജനറൽ സെക്രട്ടറി ലിജിത്ത് ആലൂർ, മറ്റു പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ മണികണ്ഠൻ കോക്കാട്, ലിബു കോക്കാട്, മനോജ് ഹരിക്കാട്, സുരേഷ് ഓതലൂർ, വിനോദ് ഓതലൂർ, വിനീത് കോക്കാട് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.